എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി ചെമ്മീൻ പെരട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ പെരട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളി മാത്രമാണെങ്കിലും മതി, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണമെങ്കിൽ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് വരുള്ളൂ. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണം. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ ഈ തേങ്ങാപ്പാലിൽ ചെമ്മീൻ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ശരിക്കും ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം വരട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തീ വെച്ചിട്ട് നല്ലതുപോലെ തേങ്ങാപ്പാലിൽ ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. നല്ലതുപോലെ വരണ്ടു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ചെമ്മീൻ പെരട്ട് റെഡിയാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ പെരട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധിക താമസമോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ പെരട്ടാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്